ഓക്കെ ശരി. നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും നീതമായ പ്രണാമം. 14 ഇനി 36 എടുക്കണ്ടേ? അതെ സർ. നവമസ്കന്ധം 14-ാം അധ്യായം 36-ാമത്തെ ശ്ലോകം. പൂർവശ്യുവാചാം മാമർത്ഥ പുരുഷോ ഹിത്വം ആത്മത്വാദ്യുർവൃകാ ഇമേ ക്വാഭിഭക്ഷ്യം ന വൈ സ്ത്രീണാം മൃഗാണാം ഹൃദയം യഥാ മാ മൃഥാഹ. മൃഥാഹ മരിക്കുക. മാ മൃഥാഹ മരിക്കരുത്. തൊട്ടുമുമ്പ് രാജാവ് പറഞ്ഞു വെച്ചാൽ അങ്ങനെയാണ്, എന്നെ വിട്ടുപോയാൽ ഞാൻ മരിക്കല്ലാണ്ട് വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞാണ് രാജാവ് സങ്കടപ്പെട്ടത്. അപ്പോൾ ഒരു മറുപടി പറയാണ്, മാ മൃഥാഹ മരിക്കരുത്. പുരുഷോഫിത്വം, അങ്ങ് പുരുഷനല്ലേ. പുരുഷോഫിത്വം മാസ്മ ത്വാ അദ്യുഹു വൃകാഹ ഇമേ. മാസ്മ ത്വാദ്യുർവൃകാ ഇമേ. മാസ്മ അരുത്, ത്വാ അങ്ങേ നിന്നെ, അദ്യുഹു അദ്യുഹു വെച്ചാൽ ഭക്ഷിക്കാൻ, ത്വാ അദ്യുഹു ത്വാദ്യുഹു വൃകാഹ ഇമേ വൃകാഹ ഈ നിൽക്കുന്ന ചെന്നായ്ക്കളൊന്നും അങ്ങയെ ഭക്ഷിക്കാൻ ഇടയാവരുത്. ഇമേ വൃകാഹ ത്വാ മാ അദ്യുഹുസ്മ ഈ നിൽക്കുന്ന ചെന്നായ്ക്കളൊന്നും അങ്ങയെ ഭക്ഷിക്കരുത്. അങ്ങ് പുരുഷനാണ്, മരിക്കരുത്. അങ്ങനെ ക്വാഭിഭക്ഷ്യം നവൈ സ്ത്രീണാം. സ്ത്രീകളുടെ ഒരു സാമാന്യ സ്വഭാവത്തെക്കുറിച്ച് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും അങ്ങനെ ആയിക്കോണം എന്നില്ല. സ്ത്രീണാം സ്ത്രീകൾക്ക് ക്വാഭിഭക്ഷ്യം നവൈ ആരോടും ഒരു ഭക്ഷ്യത ഇല്ല തന്നെ. മൃഗാണാം ഹൃദയം യഥ അവരുടെ ഹൃദയം ചെന്നായ്ക്കളുടേത് പോലാണ്. സ്ത്രീകൾക്ക് ഒരു പുരുഷനിലും പരിശുദ്ധമായ ഭക്ഷ്യമില്ലെന്ന് സുപ്രസിദ്ധമാണ് എന്നുള്ള വ്യാസന്റെ ഒരു ആശയമാണ്. ഒരുപക്ഷെ ഇന്ന് നമുക്ക് അംഗീകരിക്കാൻ വിഷമമാണ്. പക്ഷേ സ്ത്രീകൾ ജനിക്കുന്നത് മാതാപിതാക്കളുടെ കൂടിയാണ്. അവരോടാണ് കൂടുതൽ അടുപ്പവും ഭക്ഷ്യതയൊക്കെ. വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഭർത്താവിനോടാകും. ഈ ഭക്ഷ്യത കുറയും. മാതാപിതാക്കളോടുള്ള ആ ഒരു ആദരവും ബഹുമാനവും ഭക്ഷ്യതയും ഭർത്താവിനോട് ചെയ്യുമ്പോൾ കുറയും. പിന്നീട് ഭർത്താവിനെ വിട്ട് മക്കളുടെ കൂടെയായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഭർത്താവിനുള്ള ഭക്ഷ്യത കുറഞ്ഞിട്ട് മക്കളോടാകും. ഇതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക്, ഇത് പുരുഷന്മാർക്കല്ല, സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും ഒന്നിലോട്ടും ഉറച്ചു നിൽക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവില്ല. അവരുടെ സൃഷ്ടിപ്രക്രിയ തന്നെ അങ്ങനെയാണ്. അത് ദോഷമായിട്ടല്ല പറയുക. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഈ ഒരു പുരുഷനിലോടും പരിശുദ്ധമായ ഒരു ഭക്ഷ്യം ഇല്ലെന്ന് പ്രസിദ്ധമാണ്. സ്ത്രീകളുടെ ഹൃദയം ചെന്നായ്ക്കളുടെ ഹൃദയം പോലെയാണ്. കാരണം മതിയാവില്ല, ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം എന്നുള്ള ആഗ്രഹങ്ങളുടെ ത്വര സ്ത്രീകളിലാണ് കൂടുതൽ. ഇത് ഉർവശി തന്നെയാണ് പറയുക. ഒരു പുരുഷനായിരുന്നെങ്കിൽ ഇന്ന് ഫെമിനിസ്റ്റുകൾ ബഹളം ഉണ്ടാക്കിയത്. ഉർവശി തന്നെ പറയുന്നുണ്ട്, കുഴപ്പമില്ല. മാ അമർത്ഥ പുരുഷോഫിത്വം ആത്മത്വ അദ്യുർവൃകായിമേ ക്വാഭിഭക്ഷ്യം നവൈ സ്ത്രീണാം മൃഗാണാം ഹൃദയം യഥാ. മാമൃഥ പുരുഷോഫിത്വം ആത്മത്വ അദ്യുർവൃകായിമേ ക്വാഭിഭക്ഷ്യം നവൈ സ്ത്രീണാം മൃഗാണാം ഹൃദയം യഥാ. സ്ത്രിയോ ഹ്യകരുണാക്രൂരാ ദുർമർഷാ പ്രിയസാഹസാ ക്ഷന്ത്യൽപാർത്ഥേപി വിശ്രബ്ധം പതിം ഭ്രാതരമപ്യുതാം. സ്ത്രിയോ ഹി അകരുണാഃ ക്രൂരാഃ ദുർമർഷാഃ പ്രിയസാഹസാഃ. സ്ത്രീ ഹൃദയം കഠിനമാണ്, ചെന്നായ്ക്കളുടെ പോലാണെന്ന് പറഞ്ഞ് വിസ്തരിക്കുകയാണ്. സ്ത്രീകൾ അകരുണാഹ കാരുണ്യമില്ലാത്തവരാണ്, ക്രൂരാഹ ക്രൂരകർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നവരാണ്, ദുർമർഷാഹ ക്ഷമിക്കാൻ പറ്റാത്തവരാണ്, ക്ഷമയില്ലാത്തവരാണ്, പ്രിയസാഹസാഹ പ്രിയപ്പെട്ട സാഹസകർമ്മം ചെയ്യുന്നവരും ആണ്. ഇപ്പോൾ വരാം ഒരു
ആള് വന്നു. സ്ത്രീയോ ഹ്യകരുണാ ക്രൂരാ ദുർമർഷാ പ്രിയഭാഹവ ഘ്നന്തി അല്പാർത്ഥേപി ഘ്നന്തി കൊല്ലുന്നു, അല്പാർത്ഥേപി ചെറിയ കാര്യത്തിന് വേണ്ടി, വിശ്രബ്ധം പതിം വിശ്വസ്തനായ പതിയെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കൊല്ലുന്നവരാണ് അവർ. ഭ്രാതരം അപി ഉദ, സഹോദരന്റെ കാര്യം പിന്നെ പറയാനുമില്ലല്ലോ. ഇന്ന് സംഭവിക്കുന്ന കാര്യം അന്ന് വ്യാസൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സ്ത്രീയോ ഹ്യകരുണാ ക്രൂരാ ദുർമർഷപ്രിയസാഹവ ഘന്തി അല്പാർത്ഥേപി വിശ്രബ്ധം പതിം ഭ്രാതരമപ്യുതാം. സ്ത്രീയോ ഹ്യകരുണാ ക്രൂരാ ദുർമർഷപ്രിയസാഹവ ഘന്തി അല്പാർത്ഥേപി വിശ്രബ്ധം പതിം ഭ്രാതരമപ്യുതാം. വിധായാളീക വിശ്രംഭം അഗ്നേഷു ത്യക്തസൗഹൃദാം നവം അഭീപ്സന്ത്യ പുംസല്യസ്വൈരവൃത്തയാം. വിധായാം അളീക വിശ്രംഭം അഗ്നേഷു, അഗ്നേഷു അറിവില്ലാത്തവരിലെ, അളീക വിശ്രംഭം വ്യാജമായ വിശ്വാസഭാവത്തെ വിധായ ഉണ്ടാക്കിയിട്ട്, ത്യക്ത സൗഹൃദാഹ സൗഹൃദത്തെ വീക്ഷിക്കുന്നവരാണ് സ്ത്രീകൾ. സ്ത്രീ സ്വഭാവത്തെക്കുറിച്ച് കുറച്ചുകൂടെ വിസ്തരിക്കുക. സ്ത്രീകളുടെ സ്വഭാവം അറിയില്ലാത്തവരിലെ കപടഭാവത്തിൽ വിശ്വാസത്തെ ഉണ്ടാക്കും, കാപട്യം കൊണ്ട്.
ഈ സ്ത്രീ എന്നെ എത്രയും സ്നേഹിക്കുന്ന ഒരുവളാണെന്ന് തോന്നിപ്പിക്കും. ആവശ്യം വരുന്ന സമയം സൗഹാർദ്ദത്തെ തീരെ ഉപേക്ഷിക്കില്ല. സ്നേഹമുള്ളവരാണെന്ന് അഭിനയിച്ചവരും അതിനെയും കൂടി വിട്ടുകളയും. പുതിയ പുതിയ പുരുഷനോട് ചേർന്ന് രമിക്കാനുള്ള ആഗ്രഹം അത്തരക്കാർക്ക് ധാരാളം ഉണ്ടാവുകയും ചെയ്യും. നവം നവം അഭിസന്ധ്യ, ഇതെല്ലാ സ്ത്രീകളെ കുറിച്ചല്ല. നവം അഭിസന്ധ്യ, പുതിയ പുതിയ ആഗ്രഹങ്ങളിലേക്ക് പോകും. അപ്പൊ പുംശ്ചലികളായിട്ട് മാറും. സ്വൈരവൃത്തയ, വ്യഭിചരിക്കുന്നവരായിട്ട്, തോന്നിയതുപോലെ സഞ്ചരിക്കുന്നവരായിട്ട് സ്ത്രീകൾ പരിണമിക്കാറുണ്ട് എന്ന് സ്ത്രീകൾക്ക് സംഭവിക്കാവുന്ന ദോഷങ്ങളെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വിധായ അളീക വിശ്രംഭം അഗ്നേഷു, അഗ്നന്മാരിൽ അളീകം കള്ളത്തരം, വിശ്രംഭം വിശ്വാസം ഉണ്ടാക്കിയിട്ട് തെക്ത സൗഹൃദാഹ, സൗഹൃദങ്ങളൊക്കെ ഉപേക്ഷിക്കാം. നവനവ അഭീപ്സന്ധ്യ പുംശ്ചല്യ, പുതിയ പുതിയത് ആഗ്രഹിക്കുന്നവരായ പുംശ്ചലികൾ സ്വൈരവൃത്തികളാണ്. വിധായാളീക വിശ്രംഭം അഗ്നേഷു തെക്ത സൗഹൃദ നവം നവമഭിസന്ധ്യ പുംശ്ചല്യ സ്വൈരവൃത്തയാം. വിധായാളീക വിശ്രംഭം അഗ്നേഷു തെക്ത സൗഹൃദ നവം നവമഭിസന്ധ്യ പുംശ്ചല്യ സ്വൈരവൃത്തയാം. സംവത്സരാന്തേഹി ഭവാൻ ഏകരാത്രം മഹേശ്വരാം വത്സ്യത്യ അപത്യാനി ച തേ ഭവിഷ്യന്ത്യപരാണി ഭോഃ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ദുഃഖം തീരാത്ത അദ്ദേഹത്തിനോട് ഉർവശി വീണ്ടും പറഞ്ഞു, സംവത്സരാന്തേ, ഒരു വർഷത്തിന്റെ അവസാനത്തിൽ, ഹി ഭവാൻ ഏകരാത്രം മഹേശ്വര, ഹേ ഈശ്വര, അങ്ങ് ഏകരാത്രം, ഒരു രാത്രിയിൽ, വത്സ്യതി അപത്യാനുചതേ ഭവിഷ്യന്തി അപരാണി ഭോഃ, ഒരു വർഷം കഴിയുമ്പോൾ ഒരു ദിവസം ഒരു രാത്രിയിൽ എന്നോടൊപ്പം അങ്ങേക്ക് വസിക്കാനിടയാകും. അപ്പോൾ അങ്ങേക്ക് സന്താനങ്ങൾ എന്നിൽ നിന്നുണ്ടാവുക തന്നെ ചെയ്യും. ഇതും കൂടി അനുഗ്രഹിച്ചു. ഇപ്പോഴില്ല, ഇപ്പം ഞാൻ വിട്ടുപോവുകയാണ്, കാരണം എൻ്റെ ശപഥം പൂർത്തീകരിക്കാൻ പോവുകയാണ്. പക്ഷേ ഒരു വർഷത്തിനകം ഒരു ദിവസം നമ്മൾക്ക് ഒന്നിച്ച് ഒരു കിടക്കയിൽ ഒരു രാത്രിയിൽ കിടക്കാൻ ഇടയാകും. അപ്പോൾ നിനക്കൊരു സന്താനം ഉണ്ടാവുകയും ചെയ്യും. സംവത്സരാന്തേഹി ഭവാൻ ഏകരാത്രം മഹേശ്വരാം വത്സ്യത്യപത്യാനി ച തേ ഭവിഷ്യന്ത്യപരാണി ഭോഃ. സംവത്സരാന്തേഹി ഭവാൻ ഏകരാത്രം മഹേശ്വരാം വത്സ്യത്യപത്യാനി ച തേ ഭവിഷ്യന്ത്യപരാണി ഭോഃ. അന്തർവത്നീം ഉപാലക്ഷ്യദേവീം സപ്രേയോ പുരം പുനസ്തത്ര ഗതോബ്ദാന്ത ഉർവശീം വീരമാതരം ഉപലഭ്യമുദായുക്ത സമുപാസതയാ നിശാം. അന്തർവത്നിയും, ഗർഭവതിയായിരിക്കുന്നതിനെ ഉപാലക്ഷ്യ, അതിനെ ഉപലക്ഷിച്ചിട്ട്, കണ്ടിട്ട്, അറിഞ്ഞിട്ട്, ദേവിയും സപ്രയോപുരം, ദേവി സ്വപുരം പ്രയോ, ആ പുരത്തെ പ്രാപിച്ചു. പുനഃ തത്ര ഗതോ അബ്ദാന്തി, വീണ്ടും ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഉർവശിയും വീരമാതരം, വീരമാതാവായ ഉർവശിയെ ഉപലഭ്യ, കിട്ടിയിട്ട്, മുദായുക്ത സമുപാസതയാ നിശാം, സന്തോഷത്തോടുകൂടി അവളോടൊപ്പം ആ രാത്രി കഴിച്ചുകൂട്ടി. തയാ, അവളോടൊപ്പം, നിശാം സമുപാസ, രാത്രിയെ കഴിച്ചുകൂട്ടി. അന്തർവത്നീമുപാലക്ഷ്യ ദേവീം ഭപ്രേയോ പുരം പുനസ്തത്ര ഗതോബ്ദാന്തേ ഉർവശീം വീരമാതരം ഉപലഭ്യമുദായുക്ത സമുപാസതയാ നിശാം. അന്തർവത്നീമുപാലക്ഷ്യ ദേവീം ഭപ്രേയോ പുരം പുനസ്തത്ര ഗതോബ്ദാന്തേ ഉർവശീം വീരമാതരം ഉപലഭ്യമുദായുക്ത സമുപാസതയാ നിശാം. അധീനമുർവശീർവാഹ കൃപണം വിരഹാതുരം ഗന്ധർവാനുപധാവേമാം സ്തുഭ്യം ദാസ്യന്തി മാമിതി. അഥ ഏനം ഉർവശി പ്രാഹ, അനന്തരം ഉർവശി അവനോട് പറഞ്ഞു, കൃപണം വിരഹാതുരം, വിരഹം കൊണ്ട് ആതുരനും കൃപണനും
ദീനനും ദുഃഖിതനുമായ അവനോട് ഉർവശി പ്രാഹ പറഞ്ഞു, ഗന്ധർവാനുപധാവേ മാം സ്തുഭ്യം ദാസ്യന്തി മാമിതീം. ഗന്ധർവന്മാരെ ഉപധാവ സ്തുതിച്ചാൽ, ഗന്ധർവാൻ ഉപധാവ ഇമാം സ്തുഭ്യം ദാസ്യന്തി മാമിതി, എന്നെ അങ്ങേക്കായിക്കൊണ്ട് അവർ ദാനം ചെയ്യും എന്ന് ഉർവശി പറഞ്ഞു. ഈ ഗന്ധർവന്മാരെ സ്തുതിച്ച് നമസ്കരിച്ചാൽ, അവരെ സന്തോഷിപ്പിച്ചാൽ, അവരെ എന്നെ അങ്ങേക്ക് ദാനമായി നൽകും, അങ്ങനെ എന്നെ കിട്ടാൻ കാരണമാകും എന്നും കൂടി ആശ്വസിപ്പിച്ചു. അധൈന ഉർവശീ പ്രാഹകൃപണം വിരഹാതുരം ഗന്ധർവാനുപധാവേ മാം സ്തുഭ്യം ദാസ്യന്തി മാമിതി. അധൈനമുർവശീ പ്രാഹകൃപണം വിരഹാതുരം ഗന്ധർവാനുപധാവേ മാം സ്തുഭ്യം ദാസ്യന്തി മാമിതി. തസ്യ സംസ്തുവതസ്തുഷ്ടാം അഗ്നിസ്ഥാലിം ദദുർനൃപാം ഉർവശീം മന്യമാനസ്താം സോബുദ്ധ്യതചരൻ വനീം. തസ്യ അവന്റെ സംസ്തുവതഃ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ തുഷ്ടാഹ തുഷ്ടരായിട്ട് അഗ്നിസ്ഥാലിം ദദുഹു നൃപ, അഗ്നി ഉത്ഭവിക്കുന്ന പാത്രത്തിന്റെ പേരാണ് അഗ്നിസ്ഥാലി എന്ന്. രാജാവ് സ്തുതി നമസ്കാരവും ഒക്കെ ചെയ്യുന്നത് കണ്ട് ഗന്ധർവന്മാർ അദ്ദേഹത്തിന് പ്രസന്നരായി. തസ്യ സംസ്തുവതസ്തുഷ്ടാഹം അഗ്നിസ്ഥാലിം ദദു നൃപ, അഗ്നി കൊണ്ട് ഒരു പാത്രം, അഗ്നി വെക്കാനുള്ളൊരു പാത്രത്തെ അവര് അദ്ദേഹത്തിന് കൊടുത്തു. ഉർവശീം മന്യമാനസ്താം സോബുദ്ധ്യതചരൻ വനെ, എന്നിട്ട് ഇതിൽ നിന്നും അഗ്നി ഉണ്ടാകും, ആ അഗ്നി കൊണ്ട് യജ്ഞാദികളൊക്കെ ചെയ്തു കൊള്ളുക, അങ്ങനെ ആയാൽ മരണാനന്തരം ഉർവശിയെ ലഭിക്കും, ഇപ്പൊ കിട്ടില്ല അടുത്തൊരു ജന്മത്തിൽ എന്നുള്ള ആശയത്തോടു കൂടി അഗ്നി ജനിക്കുന്ന ഒരു പാത്രം രാജാവിന് കൊടുത്തു. ഉർവശീം മന്യമാനസ്താം സോബുദ്ധ്യതചരൻ വനെ. ഉർവശി ഭ്രാന്തനായ രാജാവ് ഉർവശിയെ തന്നെ വിചാരിച്ച് വനത്തിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചു. ഉർവശി മന്യമാന വിചാരിച്ചുകൊണ്ട് താം സ്വബുദ്ധ്യതചരൻ വനെ, വനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കാര്യഭാരം അപ്പോൾ മനസ്സിലായി. പാത്രത്തിൽ നിന്നും അഗ്നി ഉജ്ജ്വലിച്ചത് കണ്ടപ്പോൾ കാര്യം മനസ്സിലായി. ഇത് അഗ്നി ജനിക്കുന്ന പാത്രമാണെന്നും ഉർവശിയല്ല എന്നും ധരിച്ച് സ്ത്രീഭ്രാന്തന്മാരുടെ പാരവശ്യം ശോചനീയം തന്നെയാണ്. പാത്രം കൊടുത്തപ്പോൾ ഉർവശിയാണെന്ന് വിചാരിച്ചു. ഇത്തിരി കഴിഞ്ഞാൽ അതിലേക്ക് തീ വരുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് ഉർവശിയല്ല, പാത്രമാണെന്ന്. അത്രയ്ക്ക് ഒരു ഭ്രാന്തചിത്തനായി തീർന്നു പുരൂരവസ്. തസ്യ സംസ്തുവതസ്തുഷ്ടാം അഗ്നിസ്ഥാലിം ദദുർനൃപാം ഉർവശീം മന്യമാനസ്താം സോബുദ്ധ്യതചരൻ വനേം. തസ്യ സംസ്തുവതസ്തുഷ്ടാഹം അഗ്നിസ്ഥാലിം ദദുർനൃപാം ഉർവശീം മന്യമാനസ്താം സോബുദ്ധ്യതചരൻ വനേം. സ്ഥാലിം നിശ്യ വനേ ഗത്വാം ഗൃഹാൻ ആധ്യായതോ നിശീം പ്രേതായം സംപ്രവർത്തായാം മനസി തയ്യവർത്തതാം. സ്ഥാലിം നിശ്യ പാത്രം വെച്ചിട്ട് വനേകത്വ വനത്തിൽ പോയി ഗൃഹാൻ ആധ്യായതോ നിശി വീട്ടിൽ എത്തിയിട്ട് നിശി രാത്രിയിൽ ആധ്യായത ധ്യാനിക്കുന്ന അവന്റെ മനസ്സില് ത്രേതായം സംപ്രവൃത്തായ മനസ്സി ത്രേതായുഗം ആരംഭിച്ചപ്പോൾ ത്രൈ അവർത്തത, ത്രൈ എന്ന് വെച്ചാൽ വേദം, 3 വേദങ്ങൾ അവർത്തത ഉണ്ടായി എന്നർത്ഥം. ഈ അഗ്നി ഉണ്ടാക്കാൻ പറ്റുന്ന പാത്രം കാട്ടിൽ തന്നെ സംഭവിച്ചു. എന്നിട്ട് വീട്ടിലേക്ക് പോയി. രാത്രി തോറും ഉർവശിയെ ധ്യാനിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടി. വള്ളക്കാലം കഴിഞ്ഞപ്പോൾ ത്രേതായുഗം ആരംഭിച്ചു. യുഗങ്ങൾ പോലും മാറിപ്പോയി. അപ്പോൾ രാജാവിൻ്റെ മനസ്സിൽ അഗ്നിഹോത്രാദികളായ കർമ്മങ്ങളിലെ ആവശ്യകത, അതായത് യുഗം അതാണ്, അത് രാജാവിനെ ബോധ്യപ്പെടുന്ന 3 വേദങ്ങളും മനസ്സിൽ ആവിർഭവിച്ചു ഉണ്ടായി. സ്ഥാലിം നിശ്യവനേ ഗത്വാ
ഗൃഹാനാധ്യായതോ നിശി ത്രേതായം സംപ്രവൃത്തായം മനഃഫിത്രയ്യവർത്തതാം ധാരിമ്യവനേ ഗത്വാം ഗൃഹാനാധ്യായതോ നിശി ത്രേതായം സംപ്രവൃത്തായം മനഃഫിത്രയ്യവർത്തതാം സ്ഥാലീസ്ഥാനം ഗതോശുദ്ധം ശമീഗർഭം വിലക്ഷ്യതാം തേന ദ്വേ അരണീകൃത്വാം ഉർവശീ ലോകഗമ്യയാം ഉർവശീം മന്ദതോധ്യായന് അധരാരണിമുത്തരാം ആത്മാനമുഭയോർമധ്യേ യത്തത് പ്രജനനം പ്രഭു തസ്യ നിർബന്ധനാജ്ജാതോ ജാതവേദാ വിഭാവഭൂ തർയാഫവിദ്യയാ രാജ്ഞാപുത്രത്വേ കൽപ്പിതസ്ത്രവത്. സ്ഥാലീസ്ഥാനം, ആ പാത്രത്തിന്റെ സ്ഥാനത്തിലേക്ക് ഗതോ എത്തി രാജാവ്. ത്രേതായുഗമായി യജ്ഞാവശ്യങ്ങൾക്ക് വേണ്ട വേദങ്ങൾ മൂന്നും രാജാവിന്റെ മനസ്സിലേക്ക് കടന്നു പ്രവേശിച്ചു. അപ്പോൾ രാജാവ് കാട്ടിൽ സമർപ്പിച്ച ഈ അഗ്നിസ്ഥാലിയുടെ അടുത്തേക്ക് പോയി. സ്ഥാലീസ്ഥാനം ഗതഹം അശ്വത്ഥം ശമീഗർഭം വിലക്ഷ്യ. അശ്വത്ഥം ആൽമരം, ശമീഗർഭം തീയെ ഉള്ളിൽ ഗർഭിച്ചു നിൽക്കുന്ന ശമീഗർഭമായ അശ്വത്ഥെ, അതിൻ്റെ അന്തർഭാഗത്തിൽ നിന്നും അഗ്നി കത്തിവരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് വിലക്ഷ്യ കണ്ടിട്ട് സഹാവൻ തേന അതുകൊണ്ട് ദ്വേ അരണീകൃത്വ, ആ ആലിൻ്റെ കമ്പ് മുറിച്ച് 2 അരണിക്കമ്പുകൾ ഉണ്ടാക്കിയിട്ട് ഉർവശി ലോകഗമ്യയ, ഉർവശി ലോകത്തെ കാമിച്ചുകൊണ്ട് ഉർവശിയും മന്ദതോധ്യായൻ, ഉർവശിയെ മന്ത്രം കൊണ്ട് ധ്യാനിച്ചുകൊണ്ട് അധരാരണിം ഉത്തരാം, ഉത്കൃഷ്ടമായ മീതെയുള്ള അധരാരണിയെ ആത്മാനം ഉഭയോർമധ്യേ, അടിയിൽ വയ്ക്കുന്ന ഒരു കമ്പ്, മുകളിൽ വയ്ക്കുന്ന മറ്റൊരു കമ്പ്, രണ്ടിൻ്റെയും ഇടയ്ക്ക് ആത്മാനം ഉഭയോർമധ്യേ, രണ്ടിൻ്റെയും നടുക്ക് തന്നെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചിട്ട് എത്തത് പ്രജനനം പ്രഭു, എന്നിട്ട് അത് മഥനം ചെയ്തപ്പോൾ അതിൽ നിന്നും പ്രജനനം അഗ്നി ഉണ്ടായി കത്തിക്കളി വന്നു. അപ്പൊ ഇവിടെ രാജാവിൻ്റെ സങ്കല്പം താൻ ഉർവശിയാകുന്ന അധരാരണി, താനാകുന്ന ഉത്തരാരണി, തൻ്റെ ആത്മസ്വരൂപമാകുന്ന അഗ്നി എന്ന ഈ മധ്യഭാഗത്തുനിന്ന് ജ്വലിച്ചു വരുന്നു. ഇവർ തമ്മിൽ സമ്മേളിച്ചപ്പോൾ ഉണ്ടായ പുത്രസമ്പത്ത് അഗ്നിയായി പരിണമിച്ചു എന്ന് രാജാവിൻ്റെ ആ വൈദികമായ സങ്കല്പത്തെ ഒന്ന് ഉറപ്പിക്കുക. ഉർവശിയും മന്ദതോധ്യായന് അധരാരണിയും ഉത്തരാം ആത്മാനം ഉഭയോർമധ്യേ എത്തത് പ്രജനനം പ്രഭു തസ്യ നിർബന്ധനാജാത, അതിനെ മഥനം ചെയ്തപ്പോൾ ഉണ്ടായ ജാതവേദാഹ വിഭാവസു, ശോഭിക്കുന്ന അഗ്നി ജാത ഉണ്ടായി. ത്രിയാസ വിദ്യ രാജ്ഞാപുത്രത്വേ കൽപ്പിതസ്തവൃത്. ഈ 3 വേദങ്ങൾ, ആ വിദ്യ കൊണ്ടുണ്ടായ 3 വേദങ്ങൾ രാജാവ് പുത്രനായിട്ട് കൽപ്പിച്ചു. അങ്ങനെ 3 വിധമായ അഗ്നി രാജാവിൽ നിന്ന് ഉണ്ടായി. ആഹവനീയം, ഗാർഹപത്യം, ദാക്ഷിണാത്യം എന്ന് 3 തരത്തിലുള്ള അഗ്നി രാജാവിൽ നിന്നും ഉണ്ടായി എന്നാണ്. ജാതവേദസ് എന്നായി അഗ്നിക്കൊരു പേര്. ഈ രണ്ടിൻ്റെയും മധ്യത്തിൽ കടകോൾ നിലയിൽ ഉറപ്പിച്ചു. ഒന്നിനെ താഴെ വെച്ചു, മറ്റൊന്നിനെ മുകളിൽ വെച്ചു. രണ്ടിൻ്റെയും നടുക്ക് കടകോളിൻ്റെ നില ഉറപ്പിച്ചു. അഗ്നിയെ ജനിപ്പിക്കുന്ന ഈ അശ്വത്ഥഖണ്ഡങ്ങൾ, അശ്വത്ഥ കഷ്ണങ്ങൾ, അതിനാണ് അരണി എന്ന് പേര്. താഴത്തെ അരണിയെ ഉർവശിയായിട്ട് കണ്ടു, മീതെയുള്ള അരണിയെ തൻ്റെ സ്വരൂപമായിട്ട് കണ്ടു, നടുവിലുള്ളത് പുത്രനായിട്ടും കണ്ടു. മന്ത്രപൂർവ്വം ധ്യാനിച്ച് മഥനം ചെയ്തു. ആ അഗ്നിക്ക് ഈ ലോകത്തിലും പരലോകത്തിലും ലഭിക്കാവുന്ന വേദം ആകുന്ന ധനത്തെ, ഭോഗ്യപദാർത്ഥങ്ങളെ സമ്പാദിച്ചു കൊടുക്കാനുള്ള
ഒരു മാഹാത്മ്യമാണ് ജാതവേദസ് എന്ന ഈ അഗ്നി എന്ന വിദ്യ. അഗ്നിയെ ഉത്ഭവിപ്പിക്കുന്ന ആ രീതി 3 തരത്തിലാണ്: ആഹവനീയം, ഗാർഹവത്യം, ദക്ഷിണാത്യം. 3 പേരുകൾ കൊണ്ട് വ്യവഹരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അഗ്നി ഒന്ന് തന്നെയാണ്. അഗ്നിഹോത്ര കർമാനുഷ്ഠാനത്തിൽ സ്വർഗലോകം ലഭിക്കും എന്ന് കണ്ടതിനാൽ രാജാവ് അഗ്നിയെ പുത്രനായിട്ട് കണ്ടിച്ചു. അന്ന് അവൾ പറഞ്ഞ അങ്ങനെയാണ്. ഗന്ധർവന്മാർ സ്തുതിച്ചപ്പോൾ പറഞ്ഞത്, യജ്ഞം ചെയ്യൂ, സ്വർഗലോകത്തിലേക്ക് എത്തൂ, അപ്പോൾ ആരെ കിട്ടും? ഉർവശി കിട്ടും, അല്ല കിട്ടില്ല എന്ന്. അതിനുവേണ്ടി അദ്ദേഹം യജ്ഞം ചെയ്ത് താനും ഉർവശിയുമാണ് ഈ അഗ്നിക്കമ്പുകളെ സങ്കല്പിച്ച് മഥനം ചെയ്ത് അഗ്നി ഉണ്ടാക്കി അഗ്നിയെ പുത്രനായിട്ട് സങ്കല്പിച്ച് യജ്ഞം ചെയ്തുകൊണ്ടിരുന്നു. കാലിസ്ഥാനം ഗതോശ്വദ്ധം സമീഗർഭം വിലക്ഷിത തേനദ്വേ അരണീകൃത്വാ ഉർവശീലോകഗമ്യയാം ഉർവശീം മന്ദതോധ്യായന് അധരാരണിമുത്തരാം ആത്മാന ഉഭയോർമധ്യേ യത്തത് പ്രജനനം പ്രഭു തസ്യ നിർബന്ധനാജാതോ ജാതവേദാ വിഭാവഹു തയ്യാഭവിദ്യയാ രാജ്ഞാപുത്രത്വേ കൽപ്പിതസ്ത്രവൃത്. സ്ഥാനം ഗതോശുദ്ധം ശമീഗർഭം വിലക്ഷിത തേനദ്വേ അരണീകൃത്വാ ഉർവശീലോകഗമ്യയാം ഉർവശിം മന്ദതോധ്യായന് അധരാരണിമുത്തരാം ആത്മാന ഉഭയോർമധ്യേ യത്തത് പ്രജനനം പ്രഭു തസ്യ നിർബന്ധനാജാതോ ജാതവേദാ വിഭാവഹു തയ്യാഭവിദ്യയാ രാജ്ഞാ പുത്രത്വേ കൽപ്പിതസ്ത്രവൃത്. തേനാജായത യജ്ഞേശം ഭഗവന്തമഥോക്ഷജം ഉർവശീലോകമന്വിച്ഛൻ സർവദേവമയം ഹരിം. അഗ്നി കൊണ്ട് ധനമുണ്ടാക്കാം എന്ന് തന്നെ ഇവിടെ പറഞ്ഞത്. അഗ്നിസൂക്തം അതാ പറയുന്നത്. അഗ്നിന രയിമശ്നവത് പോഷമേവ ദിവേ ദിവേ, ആ മന്ത്രത്തിലോ തന്നെയാണ് പറയുക. അപ്പോൾ ഉർവശി ലോകം സിദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ പുരൂരവസ് താൻ മഥനം ചെയ്തപ്പോൾ അതിന് ഉത്ഭവിച്ച അഗ്നി കൊണ്ടുള്ള കർമ്മം കൊണ്ട് യജ്ഞങ്ങളുടെ ഫലം നൽകുന്നവനും തേന അജായത യജ്ഞേശം, അതുകൊണ്ട് താൻ യജ്ഞേശനായി ജനിച്ചു. ഭഗവന്തം അധോക്ഷജം, അധോക്ഷജനായ ഇന്ദ്രിയജന്യജ്ഞാനത്തിന് വിഷയമല്ലാത്തവനായ ഭഗവാനും ഉർവശീലോകം അന്വിച്ഛൻ, ഉർവശീലോകത്തെ ആഗ്രഹിച്ചുകൊണ്ട് സർവദേവമയം ഹരിം, സർവദേവമയനായ ഹരിയെ അയജത, യജിച്ചു, ഹോമിച്ചു, യജ്ഞം ചെയ്തു എന്നർത്ഥം. സർവദേവമയനാണ് ഹരി, എല്ലാ ദേവന്മാരുടെയും സ്വരൂപമാണ്, അധോക്ഷജനാണ്. അങ്ങനെയുള്ള ഭഗവാനെ യജ്ഞഫലം ലഭിക്കാൻ വേണ്ടി യജിച്ചു. എന്താണ് ഫലം? ഉർവശീലോകം മാത്രം. തേനാജായത യജ്ഞേശം ഭഗവന്തമഥോക്ഷജം ഉർവശീലോകമന്വിച്ഛൻ സർവദേവമയം ഹരിം. തേനായജത യജ്ഞേശം ഭഗവന്തമഥോക്ഷജം ഉർവശീലോകമന്വിച്ഛൻ സർവദേവമയം ഹരിം. ഏക ഏവ പുരാ വേദ പ്രണവഃ സർവവാങ്മയാം ദേവോ നാരായണോ നാന്യ ഏകോഗ്നിർവർണ്ണ ഏവ ച പുരൂരവഃ ഏവ അഭീത്രീ പ്രേതാമുഖേ നൃപാം അഗ്നിനാ പ്രജയാ രാജ ലോകം ഗന്ധർവമേവാൻ. ഏക ഏവ പുരാ വേദ, പണ്ട് വേദം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. പ്രണവഃ സർവവാങ്മയ, എന്നത് പ്രണവമാണ്, എല്ലാ വാക്കിൻ്റെയും സ്വരൂപമായ വേദം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ദേവോ നാരായണോ, ഒരു ദേവനെ ഉണ്ടായിരുന്നുള്ളൂ. വിഷ്ണു അന്യഹ, മറ്റാരും ഉണ്ടായിരുന്നില്ല. ഏകോ അഗ്നി, അഗ്നി ഉണ്ടായിരുന്നുള്ളൂ. വർണ്ണ ഏവച, അതിനെ ഒരു വർണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ജാതിയാണ് വർണ്ണം എന്ന് ഉദ്ദേശിക്കുന്നത്. 3 അഗ്നി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പണ്ട് വേദം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അത് പ്രണവമായിരുന്നു. ദേവൻ ഒന്നേ ഉള്ളൂ, അത് വിഷ്ണുവാണ്. അഗ്നി ഒന്നേ ഉള്ളൂ, അതിന് വർണ്ണഭേദങ്ങളൊന്നുമില്ല, ഒറ്റ അഗ്നി ഉണ്ടായിരുന്നുള്ളൂ. പുരൂരവഫഃ ഏവ ആഫീത്, പുരൂരവഫിൽ നിന്നാണ് ആഫീത് ഉണ്ടായത്.
ത്രേതാമുഖേന. ഈ ത്രേതായുഗത്തിന്റെ ആരംഭത്തിൽ 3 വേദങ്ങൾ ഉണ്ടായത് പുരൂരവസിൽ നിന്നും ആണ്. പുരൂരവസ് യജ്ഞം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് യജ്ഞാവശ്യത്തിന് വേണ്ടി ഈ ഒന്നായിരുന്ന അഗ്നി 3ആയിട്ട് പരിണമിച്ചു. അങ്ങനെയാണ് പുരൂരവസഃ ഏവ ആസീത്. അങ്ങനെയാണ് 3 വേദവും ഉണ്ടായത്. അഗ്നിനാ പ്രജയ രാജ ലോകം ഗന്ധർവമേയുവാൻ. അഗ്നി എന്ന ഈ പ്രജ കൊണ്ട് രാജാവ് ഗന്ധർവ ലോകത്തിലേക്ക് എത്തി. അഗ്നിനാ പ്രജയ, അഗ്നി എന്ന പ്രജ കൊണ്ട് ഈ രാജാവ് ഗന്ധർവം ലോകം ഏയുവാൻ, ഗന്ധർവം എന്ന ലോകത്തെ പ്രാപിച്ചു. അങ്ങനെ പുരൂരവസിന്റെ ആഗ്രഹം ബാധിച്ചു. വേദോക്തമായ കർമാനുഷ്ഠാനങ്ങളിൽ കൂടിയാണ് ഇത് സാധിച്ചത്. ബ്രഹ്മകൽപ്പത്തിന്റെ ആദ്യത്തെ യുഗത്തിൽ, സത്യയുഗത്തിലെ സർവവാങ്മയമായ പ്രണവം വേദം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ ദേവനേ ഉള്ളൂ, ശ്രീനാരായണൻ മാത്രം. അഗ്നിയും ഒന്നേ ഉള്ളൂ, അത് ലോകാഗ്നിയാണ്. വർണ്ണവും ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ത്രേതായുഗത്തിന്റെ ആദിയിലെ പുരൂരവസിൽ നിന്നുമാണ്, ഹൃദയത്തിൽ നിന്നാണ് അനാദിയായ വേദം 3ആയിട്ട് തീർന്നതും 3 അഗ്നികൾ ഉണ്ടാകുന്നതും. വേദങ്ങൾ അനാദിയാണ്. സത്യയുഗത്തിൽ അപ്രകടമായിരുന്നു, ത്രേതായുഗത്തിൽ അതൊന്നുകൂടി പ്രകടമായി, സ്പഷ്ടമായി. പുരൂരവസാകട്ടെ പുത്രസ്ഥാനീയമായ അഗ്നിയെ കൊണ്ട് ഭഗവാനെ യജിച്ചിട്ട് ഗന്ധർവലോകത്തെ പ്രാപിക്കുന്നു. അങ്ങനെയായിരുന്നു ഗന്ധർവന്മാർ പറഞ്ഞത്. അങ്ങനെ പുരൂരവസ് ഗന്ധർവലോകത്തിലേക്ക് എത്തി എന്ന് പുരൂരവസിന്റെ കഥ ഒരു ഭാഗം സൂചിപ്പിച്ച് ഇനിയും അടുത്ത അധ്യായങ്ങളിൽ പുരൂരവസിൽ നിന്നും ഉണ്ടായ വംശപരമ്പരകളെ കുറിച്ച് പറഞ്ഞു പോവുക. ഏകേവ പുരാവേദ പ്രണവ സർവവാങ്മയാം ദേവോ നാരായണോ നാന്യ ഏകോക്നിർവർണയേവതാം പുരൂരവസ ഏവാഭീത്രൈതേതാമുഖേ നിർവാം അഗ്നിനാ പ്രജയാ രാജ ലോകം ഗാന്ധർവമേയുവാൻ. ഏകേവ പുരാവേദ പ്രണവ സർവവാങ്മയ ദേവോ നാരായണോ നാന്യ ഏകോക്നിർവർണയേവതാം പുരൂരവസ ഏവാഭീത്രൈതേതാമുഖേ നിർവാം അഗ്നിനാ പ്രജയാ രാജ ലോകം ഗാന്ധർവമേയുവാൻ. അങ്ങനെ നമുക്ക് നവമസ്കന്ധത്തിന്റെ 14-ാം അധ്യായം തോന്നുന്നു. 15-ാം അധ്യായം മുഴുവൻ വംശ പരമ്പരയുടെ വർണ്ണന മാത്രമാണ്. രാജാക്കന്മാരും അവരുടെ പേരുകളും ഒക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു അടുത്തൊരു ഘട്ടത്തിലേക്ക് ഈ വർണ്ണന. അപ്പം ഈ ചന്ദ്രവംശം വർണ്ണിക്കുമ്പോൾ എല്ലാ രാജാക്കന്മാരെ കുറിച്ചും പറയത്തില്ല. പ്രസിദ്ധമായത് നമ്മുടെ കൃഷ്ണാവതാരവുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന കഥകൾ ഉൾക്കൊള്ളുന്ന ഭാഗം മാത്രം സൂചിപ്പിച്ചു പോവുകയുള്ളൂ. ഉർവശിയുടെ കഥ പറഞ്ഞത് വേദം എങ്ങനെ 3ആയി എന്ന് കാണിക്കാനും അഗ്നി 3ആയി എന്ന് കാണിക്കാനും വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ കഥ ഇത്രയും വിസ്തരിക്കാൻ കാരണമായത്. നമുക്ക് ഇന്നിവിടെ ഉപസംഹരിക്കാം. എനിക്ക് ഈ സൂര്യകാളിയിലെ ഗവർണർ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഓഫീസിൽ നിന്ന് വിളിച്ചായിരുന്നു, സാറ് വരുമോ എന്ന് ചോദിച്ചായിരുന്നു. ഇപ്പം 4:45 സമയം. അപ്പോൾ അവിടെ വരെ ഒന്ന് പോകണം. ഇത്തിരി നേരത്തെ പോയാലേ പറ്റില്ല, പിന്നെ വണ്ടി കൊണ്ടുപോകാനും പോകാനൊന്നും പറ്റില്ല, നല്ല തിരക്കാവും. അതുകൊണ്ട് ഇന്ന് നമുക്കിവിടെ ഉപസംഹരിക്കാം. ആ അധ്യായം തീർന്നല്ലോ. അടുത്ത അധ്യായം നമുക്ക് നാളെ എടുക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.